ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാവുകയെന്ന് PV അൻവർ. സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ എല്ലാ വാതിലും മുട്ടുന്ന സ്ഥിതിയാണ് LDF എന്നും അദ്ദേഹം പറഞ്ഞു. എടവണ്ണയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാണ്ടോ? നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങളെല്ലാം അറിയാലോ. നിങ്ങളൊക്കെ ഇരുട്ട് തപ്പ് തന്നെയല്ലേ? ഒരു സ്ഥാനാർത്ഥിയെ ഒരു ഭാഗത്ത് പറയുന്ന അൻവർ പോയിട്ട് ചുക്കും നടന്നിട്ടില്ല, മറുഭാഗത്ത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സഖാവിനെ നിർത്താൻ ശേഷിയില്ലാത്ത പാർട്ടിയായി മാറിയില്ലേ? പണ്ട് നമ്മുടെ തമിഴന്മാർ ഇതിലെങ്ങനെ നടന്നിരുന്നില്ല, നിങ്ങൾക്ക് അറിയില്ലേ? എന്തായിരുന്നു? അമ്മി കൊത്താനുണ്ടോ, അമ്മി കൊത്താനുണ്ടോ. ഇപ്പൊ നാട് മുഴുവൻ നടന്ന് വാതിലിനെ മുട്ടുകയാണ് CPM. സ്ഥാനാർത്ഥിയാവാനുണ്ടോ, സ്ഥാനാർത്ഥിയാവാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്ന് തുടങ്ങി ഈ ഒരു ഗതികേട്. എന്നിട്ടാണ് TP പോലെ ഇരിക്കുന്ന ആള് പറയുന്നത് ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാവില്ല, അൻവർ പോയിട്ടൊന്നും ചുക്കും സംഭവിച്ചിട്ടില്ല. ആയിക്കോട്ടെ, അൻവർ പോയിട്ട് ചുക്കും സംഭവിക്കണ്ട. സംഭവിച്ചത് ജനങ്ങൾക്ക് അറിയാലോ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് അൻവറിന്റെ വലിപ്പൊന്നുമില്ല. അൻവർ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാ, ജനങ്ങൾ അനുഭവിച്ച വിഷയങ്ങളാണ്. ആ വിഷയത്തിനോട് CPMന്റെ മുഖ്യമന്ത്രി അടക്കമെടുത്ത ആളുകളുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാതെ പോകാൻ പറ്റുമോ? ആ നിലപാടും ഈ നിലപാടും ചർച്ച ചെയ്യൂലേ? ഇപ്പോ തിരുവനന്തപുരത്ത് നടക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ സമരവും ഇവരെടുക്കുന്ന ഈ പറയുന്ന KM എബ്രഹാമിന്റെ എന്താ പറയുക നിലപാടും. ഇപ്പൊ പോലീസിലെ പരീക്ഷ എഴുതിയിരിക്കുന്ന എത്ര കുട്ടികളാണ്? 900-ഓളം വേക്കൻസി ഇവിടെ ഉണ്ടായിട്ട് PSC എന്താ ചെയ്തത്? ഒരു ജോലിക്ക് വേണ്ടി കേഴുമ്പോൾ ഒരു ജോലിയുമില്ലാതെ എന്താ പറയുക എല്ലാ സൗകര്യങ്ങളും പറ്റി AC-യിലിരുന്ന് ഏറ്റവും വില കൂടിയ കാറുകൾ ഉപയോഗിക്കുന്ന 21 കൊള്ളക്കാര് ഈ സെക്രട്ടേറിയറ്റിന് താഴെ PSC ഓഫീസിലിരിക്കുകയാണ്. കോടാന കോടി ഉറുപ്പികയാണ് ഒരു വർഷം ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇരട്ടിയിലധികമാണ് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പത്രക്കാരായ നിങ്ങളും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും ഈ കമ്പാരിസൺ ഈ തെരഞ്ഞെടുപ്പില്ലാതെ പോവോ? ജനങ്ങളിത് പരിശോധിക്കൂലേ? അവിടെയാണ് 10 രൂപക്ക് വേണ്ടി തലമൊട്ടയടിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിലൂടെ നമ്മുടെ സഹോദരിമാര് ഉരുണ്ട് യാചിക്കുന്നത്. ഇത് കേരളം ചർച്ച ചെയ്യും, അത് നിലമ്പൂരിൽ കാണും. അത് തന്നെ പറയുന്നത് ഈ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ വിധിയെഴുത്തായിരിക്കും നിലമ്പൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭരണത്തിന്റെ ചൂണ്ടുപലകയാകുമെന്ന് നിങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടല്ലേ ചോദിക്കുന്നത്. അതിനെന്താ പറഞ്ഞേ? അതാവൂല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലേ അല്ല. അൻവറിന് ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇതെങ്ങനെ രണ്ടും കൂടി ടാലി ആവുക? എന്തിനാ അൻവർ രാജിവെച്ചത്? രാജിവെച്ചതിലെ ഒരു പ്രധാന വിഷയം ഈ പിണറായിസത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കാരണം മൂന്നാം ഗവൺമെന്റും ഞങ്ങളാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM-ഉം. CPI-യുടെ സർവ്വ മിനിയാന്ന് പറഞ്ഞു ഒരു നിലക്കും അധികാരത്തിൽ വരില്ല CPI നടത്തിയേ. അപ്പൊ ജനങ്ങളുടെ മുന്നിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ഈ ഗവൺമെന്റ് വീണ്ടും വരും. അത് വരില്ല. ജനങ്ങൾ ഇവർക്ക് എതിരാണ്. അത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണല്ലോ ഞാൻ രാജിവെച്ചതിന്റെ ഒരു പ്രധാന കാരണം. അപ്പൊ അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാവില്ലേ? പിന്നെ എങ്ങനെയാ TP പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇതിന്റെ ഭാഗമാകില്ല, ഗവൺമെന്റിന്റെ വിലയിരുത്തലാവില്ല? ഗവൺമെന്റിന്റെ വിലയിരുത്തൽ തന്നെയാണ്, അത് വിലയിരുത്താൻ തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് LDF UDF ആണ് സാധാരണ ഇവിടെ തെരഞ്ഞെടുപ്പില് 2 കക്ഷികളായിട്ട് നിന്ന് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് LDF UDF-ഉമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പല്ല. ഇവിടെ പിണറായിയും പിണറായിസവും ഒരു ഭാഗത്തും കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള നേർക്ക് നേരെയുള്ള പോരാട്ടമാണ്
നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അത് ഭരണത്തിന്റെ വിലയിരുത്തലാകും. 10,000-കണക്കിന് വോട്ടുകൾ ഇത് കൂപ്പുകുത്തും. ഞാൻ പറഞ്ഞില്ലേ, വോട്ട് ചെയ്യാൻ എന്താ പറയാ ഇങ്ങനെ മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതേ കമ്മ്യൂണിസ്റ്റുകാരാണ് നിലമ്പൂരിലുള്ളത്, അതേ ഇടതുപക്ഷ പ്രവർത്തകരാണ് നിലമ്പൂരിലുള്ളത്, അതേ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ് നിലമ്പൂരിലുള്ളത്. അവരുടെ ഈ രാഷ്ട്രീയം, അവരുടെ പാർട്ടിയും ഈ സംവിധാനവും ഇനി കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ പിണറായിയുടെ കുടുംബാധിപത്യം അവസാനിപ്പിക്കണം, പിണറായിസം അവസാനിപ്പിക്കണം. ഇത് അവസാനിപ്പിക്കാത്ത മുന്നോട്ട് പോയാൽ CPM എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ആ പാർട്ടിക്കുണ്ടായ അവസ്ഥയിലേക്ക് മാറുന്നു. ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി പരിപൂർണമായിട്ടും ഒരു മുതലാളി പാർട്ടിയായി, മുതലാളിമാർക്ക് വേണ്ടി ജീവിക്കുന്ന പാർട്ടിയായി മാറുകയാണ്. KM അബ്രഹാമിന് 4.5 ലക്ഷം ശമ്പളം, 10% ഓരോ മാസവും ഇൻക്രീസാണ്. അപ്പോഴാണ് ഒരു 10 രൂപ കൂട്ടിത്തരി എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരിമാര് കഴിഞ്ഞ 2 മാസത്തിലധികമായി കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകല് ഈ മഴയും വെയിലും കാറ്റും കൊണ്ടിട്ട് അവിടെ കിടന്ന് കരയുകയാണ്. മുടി മുറിച്ചവര്, രക്തം കൊണ്ട് അവര് എന്താ പറയാ പ്രതിഷേധം നടത്തി, പട്ടിണി കിടന്ന് അവർ പ്രതിഷേധം നടത്തി, റോഡിലൂടെ ഉരുണ്ട് അവർ പ്രതിഷേധം നടത്തുന്നു. ഒരു 10 രൂപ, 4.5 ലക്ഷം രൂപ റിട്ടയർ ചെയ്ത ഒരു IPS കാരന്, ഒരു IAS കാരന് ഒരു പണിയില്ലാതെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ രാപ്പകൽ അധ്വാനിക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് ഒരു 10 റുപ്യ കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല, ചർച്ചയ്ക്ക് തയ്യാറല്ല. അതാണ് കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി. അത് കേരളത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരും മനുഷ്യന്മാരാണ്, അവർക്കൊന്ന് മനസ്സിലാക്കുന്നുണ്ട്, അവരും ഇതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ പറഞ്ഞ് ഹൃദയം പൊട്ടുന്ന സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ സഖാക്കൾ നാട്ടിലുണ്ട്. ഒരു നിവൃത്തിയില്ല. പിണറായിക്കെതിരെ മൂക്കിൽ നിന്ന് ചൂളം വിടാൻ ഇന്ന് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കും ധൈര്യമില്ല. ടോപ്പിലിരിക്കുന്ന എന്താ പറയാ ദേശീയ VP അംഗങ്ങൾക്കും ശേഷിയില്ലെങ്കിൽ ഈ പാവപ്പെട്ട സഖാക്കൾ ആരോട് പോയി പറയാനാണ്? അവർ സ്വയം പറയാണ് തമ്മിൽ. അതിവിടെ പ്രതികരിക്കും. അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്ന ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു മാറ്റം നിലമ്പൂരിൽ വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.